കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ടൗൺ, കോവളം, പാറശാല, നെയ്യാറ്റിങ്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. വി.കെ. കൃഷ്ണമേനോനെ പോലെയുള്ള, പി.കെ.വിയെ പോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രഗത്ഭർ പ്രതിനിധീകരിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇത്. 2019 മുതൽ കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രഭാഷകനും എഴുത്തുകാരനും നയതന്ത്രജ്ഞനുമൊക്കെയായ ഡോക്ടർ ശശി തരൂരാണ്. 2009 അദ്ദേഹം ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം ഒരു പരിചിതനായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് 2009 നല്ല വിജയം നേടാൻ സാധിച്ചിരുന്നു. പിന്നീട് 2014 അദ്ദേഹം നേരിട്ടത് കുമ്മനം രാജശേഖരനെയായിരുന്നു. വളരെ ഭൂരിപക്ഷം കുറഞ്ഞ രീതിയിലാണെങ്കിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിരുന്നു. മണ്ഡലത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലവും വൈജ്ഞാനികമായിട്ടുള്ള പശ്ചാത്തലത്തെയും കൃത്യമായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ശശി തരൂരിന് തുല്യമായിട്ടുള്ള താരപരിവേഷമുള്ള വൈജ്ഞാനിക മേഖലകളിലും സാങ്കേതിക മേഖലയിലും അറിവും ധാരണയുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് BJP ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ BJP രംഗത്തിറക്കിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ്. എന്നാൽ ഇടതുപക്ഷമാകട്ടെ മുൻപ് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചിരുന്ന ലളിത ജീവിതം കൊണ്ടും സാധാരണക്കാർക്ക് സുപരിചിതനുമായിട്ടുള്ള പന്നിൻ രവീന്ദ്രനാണ് ഇത്തവണ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പതിവിൽ കവിഞ്ഞുള്ള ഒരു രൂക്ഷമായിട്ടുള്ള മത്സരമാണ് ഇത്തവണ നേരിടുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം 2014 ഒഴിച്ചു നിർത്തിയാൽ വളരെ അനായാസകരമായ മത്സരമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വവും താഴെത്തട്ടിലെ ജനങ്ങൾക്ക് പരിചിതനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പന്നിൻ രവീന്ദ്രൻ്റെ കടന്നുവരവുമൊക്കെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രയാസകരമായിട്ടുള്ള മത്സരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻപ് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചിരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാൻ എത്തുമ്പോൾ ഇത്തവണ തിരുവനന്തപുരത്തെ മത്സരം കടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പഠനത്തിൽ മനസ്സിലാകുന്നത്. ഏതാണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള മത്സരമായി തിരുവനന്തപുരത്തെ മത്സരം മാറുന്നു. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലകളിലുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് കൃത്യമായിട്ടുള്ള മുൻതൂക്കമുണ്ട്. തിരുവനന്തപുരം ടൗൺ, കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിലൊക്കെ BJP കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ലീഡ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇതിന് ഘടകവിരുദ്ധമായി ഇടതുപക്ഷത്തിന് മേധാവിത്വമുണ്ട്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ഭരണം പിടിക്കാനായി. ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വവുമായിട്ടാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തെ നമുക്ക് രണ്ടായി വേണമെങ്കിൽ പകുക്കാൻ സാധിക്കും. നഗരമേഖലകളിലുള്ള 4 മണ്ഡലങ്ങളുടെ സ്വഭാവവും തീരദേശ പ്രദേശങ്ങളിലെ മണ്ഡലങ്ങളുടെ സ്വഭാവവും തികച്ചും വ്യത്യസ്തമാണ്. തീരദേശ പ്രദേശങ്ങളിലുള്ള പാറശാല, നെയ്യാറ്റിങ്കര, കോവളം എന്നീ മണ്ഡലങ്ങളിലെ സാമുദായിക സമവാക്യങ്ങളും വികസന പ്രശ്നങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ കൂടുതലായി താമസിക്കുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് നാടാർ സമുദായവും ലത്തീൻ സമുദായവും CSI ക്രൈസ്തവ സമുദായങ്ങളുമൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ടുകളും അവിടെ നിർണായകമാണ്. അതേസമയം തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളായിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ മുന്നാക്ക ഹിന്ദു സമുദായത്തിൻ്റെ വോട്ടാണ് പ്രധാനമായും നിർണായകമാകുക. ഈ മേഖലകളിൽ BJP പതിവ് പോലെ തന്നെ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ നഗരത്തിലെ പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങളിൽ ശശി തരൂരിന് കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന പ്രചരണമാണ് BJP മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വികസന നായകൻ എന്ന നിലയിൽ BJPക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നഗരമേഖലകളിൽ പോളിംഗ് കുറഞ്ഞത് അവരെ ചെറുതല്ലാത്ത വിധം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതേസമയം ശശി തരൂർ കൂടുതലും പ്രതീക്ഷ വച്ചു പുലർത്തുന്ന തീരദേശ മണ്ഡലങ്ങളിൽ ഇത്തവണയും പതിവ് പോലെ തന്നെ പോളിംഗ് ഉണ്ട്. കഴിഞ്ഞ തവണത്തേനേക്കാൾ പോളിംഗ് കുറഞ്ഞെങ്കിൽ പോലും പോളിംഗിൽ മുൻപന്തിയിൽ ഈ 3 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലനിൽക്കുന്നത്. അവിടുത്തെ ക്രൈസ്തവരുടെ വോട്ടുകൾ കൊണ്ടും അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെയൊക്കെ കൺസോളിഡേഷൻ കൊണ്ടും വിജയിക്കാനാകുമെന്നാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷമാകട്ടെ കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്ത് പോയതിൻ്റെ ക്ഷീണം തീർക്കാനാണ് പന്നിൻ രവീന്ദ്രനെ തന്നെ മത്സരിപ്പിക്കുന്നത്.
അദ്ദേഹത്തിലൂടെ ഒരു വിജയപ്രതീക്ഷയൊന്നും അവർക്കില്ല എങ്കിൽ പോലും രണ്ടാമത് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് മണ്ഡലത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടത്. ടെക്നോ പാർക്കിൻ്റെ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ചർച്ചയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തൻ്റെ 15 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറുപടി പറയാനാണ് ശശി തരൂർ ശ്രമിച്ചത്. എന്നാൽ ഇടതുപക്ഷമാകട്ടെ, പിണറായി സർക്കാർ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസനങ്ങൾ, കഴിഞ്ഞ 8 വർഷം നടത്തിയ വികസനങ്ങളെ ചർച്ചയാക്കിക്കൊണ്ടാണ് ഇതിനെല്ലാം നേരിട്ടത്. മാത്രമല്ല, വിശ്വപൗരന്മാരെക്കാൾ കൂടുതൽ വിശ്വസ്തരായിട്ടുള്ള അവരെയാണ് ആവശ്യം, അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പന്നിൻ എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം. ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയായ സഖാവ് വി ജോയിയാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും CPI-യുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് മത്സരിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിരവധി CPM പ്രവർത്തകർ വി ജോയിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. എങ്കിലും പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി വരികയും ഇടതുപക്ഷം അവരുടെ കേഡർ വോട്ടുകൾ കൂടുതലായിട്ടും പന്നിൻ രവീന്ദ്രൻ തന്നെ ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള ഒരു പിന്നോക്കം പോക്ക് CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നിൻ രവീന്ദ്രന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നില്ല. ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ശശി തരൂരിൻ്റെ സുനിശ്ചിതമായ വിജയമാണ്.